രാഷ്ട്രീയമായ മേൽപ്പുര കെട്ടിപ്പൊക്കുന്നതിനുള്ള അടിത്തറ സാമ്പത്തിക വ്യവസ്ഥയാണെന്ന് അംഗീകരിച്ച ശേഷം മാർക്സ് തൻ്റെ ശ്രദ്ധ മുഴുവൻ ആ സാമ്പത്തിക വ്യവസ്ഥയുടെ പഠനത്തിനായി വിനിയോഗിച്ചു. മാർക്സിൻ്റെ മുഖ്യ ഗ്രന്ഥമായ മൂലധനം ആധുനിക സാമൂഹ്യ വ്യവസ്ഥയുടെ, അതായത് മുതലാളിത്ത സമ്പദ്ഘടനയുടെ പഠനത്തിനായി വിനിയോഗപ്പെട്ടിരിക്കുന്നു. മുതലാളിത്ത രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും വളർച്ച പ്രാപിച്ച ഇംഗ്ലണ്ടിലാണ് മാർക്സിന് മുമ്പ് ക്ലാസിക്കൽ അർത്ഥശാസ്ത്രം രൂപം കൊണ്ടത്. ആദം സ്മിത്തും ഡേവിഡ് റിക്കാർഡോവും സമ്പദ്ഘടനയെക്കുറിച്ച് നടത്തിയ ഗവേഷണത്തിൻ്റെ ഫലമായി മൂല്യത്തിന് ആസ്പദം അധ്വാനമാണെന്ന സിദ്ധാന്തത്തിന് അടിസ്ഥാനമിട്ടു. മാർക്സ് അവരുടെ ജോലി തുടർന്നു പോകുകയും ആ സിദ്ധാന്തം തെളിയിച്ച് സ്ഥാപിക്കുകയും യുക്തിയുക്തമായി അതിനെ വികസിപ്പിക്കുകയും ചെയ്തു. ഏത് ചരക്കിൻ്റെയും വിലയെ നിർണ്ണയിക്കുന്നത് അതുണ്ടാക്കാൻ ചിലവഴിക്കുന്ന സാമൂഹ്യമായ ആവശ്യമായ അധ്വാന സമയമാണെന്നും അദ്ദേഹം തെളിയിച്ചു കാട്ടി. ബൂർഷ്വാ ധനശാസ്ത്രജ്ഞന്മാർ ചരക്ക് വിനിമയത്തിൽ സാധനങ്ങളുടെ അന്യോന്യ ബന്ധമാണ് കണ്ടത്.